ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 817 ദിവസമാണ്. ഇന്ന് നോമ്പിൻ്റെ 3 ഞായറാഴ്ച, മിശറിയോ ഞായർ. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള മർക്കോസ് 2 1 മുതൽ 12 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. യേശുതമ്പുരാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ് കൊത്തിനെ ഞായറാഴ്ച മുതലുള്ളതായ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് യേശുതമ്പുരാൻ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്. മിശറിയോ ഞായർ. 4 ആളുകൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുതമ്പുരാന്റെ അരികിലേക്ക് വരികയാണ്. കുഷ്ഠരോഗി സ്വയമായി യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് വന്നു എങ്കിൽ ഇവിടെ 4 ആളുകളാണ് ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. യേശുതമ്പുരാൻ ഇരുന്നിരുന്ന ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊളിച്ചാണ് അവർ യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് ഈ രോഗിയെ എത്തിച്ചത്. ആ തളർവാദ രോഗിയെ കൊണ്ടുവന്ന ആളുകളുടെ മനോഭാവം എത്ര ഉന്നതമാണ്. മറ്റൊരാൾക്ക് വേണ്ടി, അവന് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരുടെ സമയം, ആരോഗ്യം, സമ്പത്ത് എന്നിവ അവർ ചെലവഴിക്കുകയാണ്. അതുമാത്രമല്ല, അവരുടെ വിശ്വാസം എത്ര ശ്രേഷ്ഠമാണ്. യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് ഇവനെ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവന് സൗഖ്യം ലഭിക്കുമെന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം കണ്ടിട്ടാണ് മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശുതമ്പുരാൻ ആ പക്ഷവാതക്കാരനോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇവിടെ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഗെരോൻ രാജാവായ അബീമേലെക്കിനു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. തന്റെ സ്നേഹിതർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യോബിനെ യോബ് 42 നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ശ്രേഷ്ഠമായ മനോഭാവമുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങാകുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ കർത്താവ് യേശുതമ്പുരാനെ ആഴത്തിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്കും മടികൂടാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. മറ്റുള്ളവരെയും യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉത്തരം നൽകും എന്നുള്ളതിന് സംശയമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.